നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ വെടിയുതിർത്തതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ശക്തമാകുകയാണ്. ഇറാന്റെ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കില്ലെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് മേഖലയിൽ ഇറാൻ വീണ്ടും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. കടലിടുക്ക് തുറന്നു കൊടുക്കാനുള്ള തീരുമാനം ഇറാൻ ഭരണകൂടം പെട്ടെന്ന് റദ്ദാക്കുകയും കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇറാൻ ശ്രമിക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ് വാർത്താ സമ്മേളനത്തിൽ മുന്നറിയിപ്പും നൽകി. ഇറാനുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങി ഉപരോധം പിൻവലിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ കഴിഞ്ഞ 47 വർഷമായി ഇത്തരം വിദ്യകൾ പയറ്റുകയാണെന്നും അവരോട് കർക്കശമായ നിലപാട് തന്നെ തുടരുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒമാന്റെ വടക്ക് ഭാഗത്ത് വെച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ 2 ഗൺ ബോട്ടുകൾ മുന്നറിയിപ്പില്ലാതെ ചരക്ക് കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തതായി സുരക്ഷാ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ 2 ഇന്ത്യൻ കപ്പലുകൾ ഉൾപ്പെടുന്നുവെന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. 2 ദശലക്ഷം ബാരൽ ഇറാഖി എണ്ണയുമായി പോയ സൂപ്പർ ടാങ്കറും ഒരു കണ്ടെയ്നർ കപ്പലുമാണ് ആക്രമിക്കപ്പെട്ടത്. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെങ്കിലും ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇറാൻ അംബാസഡറെ കണ്ട് തങ്ങളുടെ കടുത്ത ആശങ്കയും പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. ഒരു അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥൻ നൽകുന്ന വിവരമനുസരിച്ച് മൂന്നാമതൊരു വാണിജ്യ കപ്പലിന് നേരെ കൂടി ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ ഒമാൻ തീരത്ത് ഒരു ക്രൂയിസ് കപ്പലിന് സമീപവും സ്ഫോടനമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനി സോഷ്യൽ മീഡിയയിലൂടെ ശത്രുക്കൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ നാവികസേന ശത്രുക്കൾക്ക് മേൽ പുതിയ കൈപ്പേറിയ തോൽവികൾ അടിച്ചേൽപ്പിക്കാൻ സജ്ജമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇറാന്റെ ആണവ പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിൽ ധാരണയാകാതെ ഉപരോധം നീക്കില്ലെന്ന ട്രംപിന്റെ നിലപാടാണ് ഇറാനെ പ്രകോപിപ്പിക്കുന്നത്. കടലിടുക്ക് അടച്ച നടപടി ആഗോള ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് കരുതി എണ്ണവില കുറഞ്ഞു തുടങ്ങിയിരുന്നു. എന്നാൽ പുതിയ ആക്രമണങ്ങളോടെ വിപണി വീണ്ടും അസ്ഥിരമായിരിക്കുകയാണ്. 8 ടാങ്കറുകൾ കടലിടുക്ക് കടന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ വീണ്ടും പാതയടച്ചത്. അമേരിക്കൻ സൈനിക നീക്കങ്ങളും മേഖലയിൽ ശക്തമാണ്. ഉപരോധം ലംഘിച്ചെത്തുന്ന 23 കപ്പലുകളോട് തിരികെ തുറമുഖങ്ങളിലേക്ക് പോകാൻ US സെൻട്രൽ കമാൻഡ് ഉത്തരവിട്ടു. ഇറാൻ ബന്ധമുള്ള കപ്പലുകൾ വരും ദിവസങ്ങളിൽ അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ടെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ കടലിടുക്ക് തുറക്കാൻ ഇറാൻ സമ്മതിക്കുകയായിരുന്നു. എന്നാൽ തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം ഈ ധാരണയുടെ ലംഘനമാണെന്നും ഇറാൻ വാദിക്കുന്നു. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാൻ അനുവദിക്കണമെന്ന് UK വിദേശകാര്യ സെക്രട്ടറി യെവറ്റ് കൂപ്പർ ആവശ്യപ്പെട്ടു. ലെബനനിൽ വെള്ളിയാഴ്ച ആരംഭിച്ച വെടിനിർത്തലും ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലാണ്. ദക്ഷിണ ലെബനനിൽ UN സമാധാന സേനയ്ക്ക് നേരെയുണ്ടായ വെടിവയ്പിൽ ഒരു ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആരോപിച്ചെങ്കിലും അവർ ഇത് നിഷേധിച്ചു. ഇറാൻ ദേശീയ സുരക്ഷാ കൗൺസിൽ അമേരിക്കയുടെ പുതിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഹോർമുസ് കടലിടുക്കിലെ പുതിയ സംഘർഷങ്ങൾ മേഖലയെ വീണ്ടും ഒരു യുദ്ധമുനമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകും. അതേസമയം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അസംസ്കൃത എണ്ണയുടെ വലിയൊരു ഭാഗവും ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഹോർമുസിന്റെ അടച്ചുപൂട്ടൽ ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ കഠിനമായി തന്നെ ബാധിക്കും. തങ്ങളുടെ ഇന്ധനത്തിന്റെ ഏകദേശം 95% ഇറക്കുമതി ചെയ്യുന്ന ബംഗ്ലാദേശ് വലിയൊരു ഊർജ്ജ പ്രതിസന്ധി ഇപ്പോൾ നേരിടുകയാണ്. പെട്രോൾ പമ്പുകൾക്ക് പുറത്ത് നീണ്ട ക്യൂ ഉൾപ്പെടെ രൂപപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തുടനീളമുള്ള സർവകലാശാലകളും അടച്ചുപൂട്ടി. ഊർജ്ജം ലാഭിക്കുന്നതിനായി സർക്കാർ പ്രവൃത്തി സമയം വെട്ടിക്കുറച്ചു. ഇറാനുമേലുള്ള US ഇസ്രായേൽ യുദ്ധം ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നതിൽ ജനങ്ങൾക്കിടയിലും പ്രതിഷേധം വർദ്ധിക്കുകയാണ്. ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ ഒരു പെട്രോൾ പമ്പിൽ 48-കാരനായ ദീർഘദൂര ലോറി ഡ്രൈവർ അബ്ദുൽ ഗോനി താൻ ബസ്സിൽ ഇന്ധനം നിറയ്ക്കാൻ 5.5 മണിക്കൂറോളം കാത്തു നിൽക്കുകയാണെന്നും അൽ ജസീറയോട് വെളിപ്പെടുത്തി. പ്രശസ്തമായ ഈ ബീച്ച് ടൗണിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്കുള്ള വാരാന്ത്യ സർവീസുകളും വൈകിയിരിക്കുകയാണ്. ഓരോ വാഹനത്തിനും അനുവദിച്ചിട്ടുള്ള ഇന്ധനത്തിന്റെ അളവ് ദീർഘദൂര യാത്രകൾക്കൊട്ടും തികയുന്നില്ലെന്നും ഡ്രൈവർമാർ പരാതിപ്പെടുന്നു.